Never love a love that hurts. Never hurt a love that loves. വേദനിപ്പിക്കുന്ന ഒരുവനെ പ്രണയിക്കരുത്. ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരുവനെ വേദനിപ്പിക്കുകയും അരുത്. ക്ലബ് എഫ്എമ്മിൽ ഇത് പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്. മനസ്സ് നിറയെ പ്രണയവുമായി കൂടെ റീനു. പ്രണയിക്കുമ്പോൾ എല്ലാവരും പറയും, നിന്നെ എനിക്കിഷ്ടമാണ്, നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, നിന്റെ പാസ്റ്റ് എനിക്കറിയില്ല, അറിയുകയും വേണ്ട, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ എത്ര പേര് അങ്ങനെ ചെയ്യും എന്ന് സ്മിത റീനുവിൻ്റെ അടുത്ത് ചോദിക്കുക. നല്ല ചോദ്യം. പിന്നെ അഞ്ജനയും ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് അൺകണ്ടീഷണലായിട്ട് ലവറിനെ ആക്സെപ്റ്റ് ചെയ്യും? മനസ്സിൽ പിടിക്കാത്ത ഒരു കാര്യം ചെയ്താൽ ചോദ്യം ചോദിക്കത്തില്ലേ? പറയാതെ വൈകിയെത്തിയാൽ, പറഞ്ഞതിലും വൈകിയെത്തിയാൽ, നിങ്ങൾക്ക് തോന്നുന്നതിലും കൂടുതൽ ഫോൺ യൂസ് ചെയ്താൽ, രാത്രി ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചാൽ, ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരല്ലേ ഒത്തിരി പേരും. എന്തേ കൃത്യമായിട്ടൊരു ഉത്തരം ആർക്കും പറയാനില്ലേ? ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ആ ഉത്തരം പറയണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു ഐ എം വാവ. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞൂസിന് വേണ്ടി ഒരു പാട്ട്. ഐ മിസ് ഹിം സോ മച്ച്. അവൻ എന്നെ വിട്ടുപോയി, എങ്കിലും അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രണയം എന്ന് പറയുന്ന വികാരം, അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കെല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അതാരെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും പിന്നീടുള്ള നമ്മുടെ ലൈഫിൻ്റെ പോക്ക്. ഓഹോ, ലവ് ബൈറ്റ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കോപ്പി അടിച്ച് എൻ്റെ അടുത്ത് തിരിച്ച് പറയണോ? കൊള്ളാലോ. പിന്നെ ജോസഫ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ ലവ് യു സോ മച്ച് സൂര്യ. പിന്നെ സൂരജിൻ്റെ അടുത്തൊരു ഐ ലവ് യു വന്നിരിക്കുന്നു. ജോബി ചേട്ടാ ഐ ഹെയ്റ്റ് യു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഹെയ്റ്റ് ചെയ്യാന്നൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പറയിക്കണമെങ്കിൽ എത്രത്തോളം വേദന ഒരു റിലേഷൻഷിപ്പിൽ അറിഞ്ഞ് കാണുമല്ലേ? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ ഹായ് റീനു, പ്രണയം ഒരു മഹാസാഗരമാണെന്ന് എന്നെ അറിയിച്ച അഖിലേട്ടിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ആശ പറഞ്ഞിട്ടുണ്ട്. പ്രണയം ഒരു മഹാസാഗരമെന്ന് ആ ചേട്ടനാണോ പഠിപ്പിച്ചെന്ന്? ഇത്രയും കാലമായിട്ട് ലവ് ബൈറ്റ്സിൽ ഞാൻ ഇതൊക്കെ തന്നെയല്ലേ പറയണേ. ശ്രദ്ധ ഒട്ടും പോരാ. ഇതൊരു പരീക്ഷ നടത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. ഉടനെ ഒരു എക്സാം ഉണ്ട്, ലവ് എക്സാം, എല്ലാവരും എഴുതണേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഇസ് സഫറിങ്, വൺ സൈഡ് ഓൾവേസ് ലവ്സ് മോർ. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. അതെ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു 20 തവണയെങ്കിലും പറയും റീനു റീനു റീനു. എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ റീനു 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 എന്ന് എന്താ വിളിക്കണേ? ഒന്നുകൂടി പേര് പറയാം കേട്ടോ, റീനു. എന്തൊരു സെൽഫ് പ്രൊമോഷൻ. പോട്ടെ, പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറയാറുണ്ട് അൺകണ്ടീഷണലായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ. ഒത്തിരി കാലം കണ്ട കാഴ്ചകളിൽ നിന്നും നിങ്ങളോടൊക്കെ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം പറയട്ടെ. അൺകണ്ടീഷണലായിട്ട് നമ്മൾ ആരെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബ്ലൈൻഡായിട്ട് ലവ് ചെയ്യാമെന്നൊക്കെ പറയും. ഇതൊക്കെ ആക്ച്വലി ഒരു മിത്താണ്. തുടക്കത്തിൽ നമ്മളൊക്കെ വിചാരിക്കും എല്ലാം ആക്സെപ്റ്റ് ചെയ്യുവാന്നൊക്കെ. പക്ഷെ കുറച്ചങ്ങ് മുന്നോട്ട് പോവും. ചെറിയ ചെറിയ വഴക്കുകൾ, ചെറിയ ചെറിയ പിണക്കങ്ങൾ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഈഗോ വരും. പിന്നെ ആ ഈഗോയിൽ നിന്ന് നമ്മളാണ് വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടി മറ്റേയാളുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ കുറ്റങ്ങൾ മൂടി വെക്കാനും ആയിരിക്കും ഈ കണ്ടുപിടിക്കൽ. അങ്ങനെ കണ്ടുപിടിച്ച് അടുത്ത വഴക്കൻ ഇതെല്ലാം വിളിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ സോറിയൊക്കെ പറയും. പക്ഷെ അതിലൊരു കാര്യമില്ല. ആ വഴക്കിൻ്റെ സമയത്ത് പറയാനുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും. അവിടെ എവിടെയാണ് അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ്? അൺകണ്ടീഷണലാണ് ആ പ്രണയമെങ്കിൽ ആ ബന്ധത്തിൽ ഒരു വഴക്ക് പോലും ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടാവുന്നിടത്തെ വഴക്കുണ്ടാവും എന്നൊക്കെ പറയാം. പക്ഷേ ഇൻ റിയൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. അവിടെ വഴക്കുകളുണ്ടെങ്കിൽ പ്രണയത്തിന് നല്ല കുറവുണ്ട് അല്ലേ? എല്ലാ ചോദ്യത്തിനും ഉത്തരമുള്ള ഇന്നെന്താ എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? എൻ്റെ ചോദ്യത്തിന് ശരിക്കും ഒരു ആൻസർ പറയാൻ പറ്റുന്നില്ല അല്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഒരു പുതിയ പാട്ടിനുള്ള സമയം. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.
You are listening to Kerala's number 1 FM, Club FM. This is Love Bites, and I am Renu. Love is like a lump of gold, hard to get and hard to hold. Of all the girls I have ever met, you are the one I can't forget. I do believe that God above created you for me to love. He chose you from all the rest because He knew I would love you the best. ദൈവം നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. എനിക്ക് വേണ്ടിയാണ് ഭൂമിയിലേക്ക് അയച്ചത്. കാരണം ദൈവത്തിന് അറിയാമായിരുന്നു നിന്നെയാണ് എനിക്ക് ഏറ്റവും നന്നായി പ്രണയിക്കാൻ പറ്റുന്നതെന്ന്. നമ്മൾ പറയും പ്രണയത്തിൽ ഭാഗ്യത്തിന് സ്ഥാനമില്ല, നമ്മൾക്ക് വിധിച്ചയാളെ വരൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ കുറേയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എവിടേക്കോ ഈ വിധിക്കൊരു പ്രാധാന്യമുണ്ട്, ഭാഗ്യത്തിനും പ്രാധാന്യമുണ്ട്. പിന്നെ കൂടുതലും കയ്യിലിരിപ്പിന് തന്നെയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് ചെറിയൊരു കുത്ത് തന്നുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന റീനു ഇസ് സൈനിങ് ഓഫ്. ബട്ട് ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.